ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്. അത് നിങ്ങളിൽ ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യാം. നമ്മൾ നോർമലി ഒരു പ്ലെയർക്ക് പുതിയൊരു പ്ലെയറെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ സ്കില്ല് അപ്ലൈ ചെയ്യാറുണ്ടല്ലേ. അങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമാണ് ഏതെങ്കിലും ഒരു പുതിയ സൈൻ ചെയ്ത പ്ലെയറെ എടുക്കാം, അതിനുശേഷം സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം എടുക്കും, അതിനുശേഷം എത്ര ടോക്കൺ അവൈലബിൾ ആണോ അതനുസരിച്ച് ന്യൂ പ്ലെയർ സ്കില്ല് അതങ്ങനെ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന ടൈമിൽ റാൻഡം ആയിട്ടുള്ള സ്കില്ലാണ് നമുക്ക് കിട്ടാറല്ലേ. അത് ഒരുപക്ഷെ ഒഫൻസീവ് ആയിട്ടുള്ള പ്ലെയേഴ്സിന് നമ്മൾ സ്കില്ല് കൊടുക്കുന്ന ടൈമിൽ ഡിഫൻസീവ് ആയിട്ടുള്ള ഇൻ്റർസെപ്ഷനോ അങ്ങനെ എന്തെങ്കിലും സ്കില്ലൊക്കെ വരാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫൻസിന് ഷൂട്ടിംഗ് സ്കില്ലും കാര്യങ്ങളൊക്കെ അപ്ലൈ ആവാം. അപ്പോൾ നമ്മൾ എന്താണ് ആക്യുറേറ്റ് ആയിട്ട് ഒരു ഡിഫൻഡർക്ക് ഡിഫൻസീവ് ആയിട്ടുള്ള സ്കില്ലും ഒഫൻസീവ് ആയിട്ടുള്ള പ്ലേയേഴ്സിന് ഒഫൻസീവ് ആയിട്ടുള്ള ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഡബിൾ ടച്ച് അതുപോലുള്ള സ്കില്ലും എങ്ങനെ കൃത്യമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിൽ ടോക്കൻ എങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നേരെ കോൺട്രാക്ടർ പോവാം, അതിനുശേഷം സ്റ്റാൻഡേർഡ് പ്ലെയർ ലിസ്റ്റ് എടുക്കുക, ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു പ്ലെയറെ സെലക്ട് ചെയ്യുക. അതിപ്പോൾ ഞാനൊരു SS സെലക്ട് ചെയ്യുന്നു. ബേസ് എന്ന് പറഞ്ഞാൽ ഒരു 0 GB നമുക്ക് സൈൻ ചെയ്യാൻ പറ്റുന്ന പ്ലെയർ. ഡയറക്റ്റ് സൈൻ കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഹോമിൽ പോകുന്നു, ഗെയിം പ്ലാൻ സെലക്ട് ചെയ്യുന്നു. ആ ഒരു പ്ലെയറെ നമ്മൾക്ക് ഇവിടെ സോർട്ടിൽ ഓർഡർ ഓഫ് സൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് സൈൻ ചെയ്ത പ്ലെയറെ കാണാം. ആ പ്ലെയർക്ക് നമ്മൾ ഒരു സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നു. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരിക്കണം, അത് ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ കിട്ടാവുന്നതാണ്. സോ നിങ്ങൾ ഒരു സ്കില്ല് കൊടുക്കുന്നു. റൈസിങ് ഷോട്ടാണ് വന്നത്, ഒഫൻസീവ് ആയിട്ടുള്ള പ്ലെയേഴ്സിന് കൊടുക്കേണ്ട സ്കില്ലാണ്. സോ നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ഒരു പ്ലെയറെ സൈൻ ചെയ്യുന്ന ടൈമിൽ ഈ പ്ലെയർക്ക് റൈസിങ് ഷോട്ട് റൈസിങ് ഷോട്ട് ഇല്ല, ആ ഒരു പ്ലെയർക്ക് നമുക്ക് ഈ ഒരു സ്കില്ല് കൊടുക്കണം. റൈസിങ് ഷോട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ലെഗസി ട്രാൻസ്ഫർ എടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഫിൽറ്ററിൽ ആഡഡ് സ്കില്ലിൽ നമ്മളത് റൈസിങ് ഷോട്ടായിട്ട് കൊടുക്കുന്നു. റൈസിങ് ഷോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു പ്ലെയറെ SS ആയിട്ടുള്ള ആ ഒരു പ്ലെയറെ നമുക്കിവിടെ കാണാം. അത് ഡയറക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ന്യൂനസിന് ആ ഒരു റൈസിങ് ഷോട്ട് സ്കില്ല് അപ്ലൈ ആവുന്നത് കാണാം. അത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ന്യൂനസിന് ആ ഒരു റൈസിങ് ഷോട്ട് സ്കില്ല് തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സ്കില്ല് കൊടുക്കേണ്ടത്. അല്ലാത്ത പക്ഷം റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു സ്കില്ലായിരിക്കും നിങ്ങളുടെ പ്ലേയേഴ്സിന് അപ്ലൈ ആവുന്നത്. സോ നിങ്ങൾക്ക് കാണാം റൈസിങ് ഷോട്ട് അഡീഷണൽ സ്കില്ലിൽ ന്യൂനസിന് കൃത്യമായിട്ട് റൈസിങ് ഷോട്ട് സ്കില്ല് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എത്രത്തോളം സ്കിൽ ടോക്കൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അത്രത്തോളം ബേസ് പ്ലേയേഴ്സിനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഈ കാണുന്നുണ്ടോ, ഇതൊക്കെ ഞാൻ ഓരോ സ്കില്ല് വെച്ചിട്ട് ഓരോ പ്ലേയേഴ്സിനും കൊടുത്തേക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാം ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഉണ്ട്, അതുപോലെ പല സ്കില്ലും ഇതുപോലെ ബേസ് പ്ലേയേഴ്സിന് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും സൈൻ ചെയ്യുന്ന ടൈമിൽ ഇതിൽ നിന്നും കൃത്യമായിട്ട് ലോങ് റേഞ്ച് ഷൂട്ട് വേണ്ട അവർക്ക് അത് വെച്ചിട്ട് ലെഗസി ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ കൃത്യമായിട്ട് നമുക്ക് ടോക്കൺ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, ഈ ഒരു ചെറിയൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്കിത് ആദ്യമായിട്ടാണ് ഈ ഒരു കാര്യമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ ഒരു കാര്യം നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.